നമസ്കാരം. കഴിഞ്ഞ ജൂൺ മാസം 30-ന് അർദ്ധരാത്രി AKG സെന്റർ ആക്രമിക്കപ്പെടുന്നു. 57-ാം നാൾ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. തൊട്ടു തലേനാൾ വഞ്ചിയൂർ ജംഗ്ഷനിൽ BJP CPM പ്രവർത്തകർ തമ്മിൽ നടന്ന കയ്യാങ്കളിക്കു പിന്നാലെയാണ് അക്രമം. കലാപലക്ഷ്യത്തോടെയുള്ള RSS ഗൂഢാലോചനയെന്ന് CPM. AKG സെന്റർ ആക്രമിച്ചവർ തന്നെയാണ് പ്രതികളെന്ന് BJPയുടെ പരിഹാസം. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മേയർ ശ്രീ ആര്യ രാജേന്ദ്രൻ, BJPയിൽ നിന്ന് ശ്രീ VV രാജേഷ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല എന്നിവരാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നത്. ശ്രീ VV രാജേഷ്, ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഓഫീസ് ആക്രമിക്കപ്പെടുമ്പോൾ തലേ ദിവസം ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ BJPക്കെതിരെ ഇവിടെ ആരോപണം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തെങ്കിലും, അതായത് BJPയുടെയോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെയോ എന്തെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടോ? മധു, BJPയെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസോ മാർക്സിസ്റ്റ് പാർട്ടിയോ ആക്രമിക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവും കേരളത്തിലില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. ഞങ്ങൾക്കൊരു MLA പോലും ഇല്ലാത്ത പാർട്ടിയാണ്. ദേശീയ തലത്തിലാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ മുൻപിൽ ഒരു ഘടകമേ അല്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തിനാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ആക്രമിക്കേണ്ട സാഹചര്യം? ഇപ്പോൾ AKG സെൻറ്റർ കഴിഞ്ഞ കുറച്ച് ദിവസം ആക്രമിച്ചല്ലോ. അതാരാ ആക്രമിച്ചത്? CPM പറഞ്ഞു കോൺഗ്രസ് ആണ് ആക്രമിച്ചതെന്ന്. അവർ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ ആക്രമിക്കുന്നു, കൊടിമരം തകർക്കുന്നു ഒക്കെ ചെയ്യുക. ഇത്രയും കാലമായിട്ട് എൻ്റെ പ്രതികളെ പിടിക്കാൻ സാധിക്കുമോ? അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി, ഞാൻ രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ, ആഭ്യന്തര സംഘർഷം കൊണ്ട് അന്തഛിദ്രം കാരണം ആ പാർട്ടി തകർച്ചയുടെ വക്കിലാണ്. അപ്പോൾ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി CPM സാധാരണ പയറ്റുന്ന ചില തന്ത്രങ്ങൾ അവർ പയറ്റുന്നുണ്ട്. അതിലപ്പുറം ഒന്നുമില്ല. ഇത് അവരുടെ പാർട്ടിക്കകത്തുള്ള ഇൻഫൈറ്റിൻ്റെ ഒരു ഔട്ട്കമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ശരി, ശ്രീ ആര്യ രാജേന്ദ്രൻ, എന്തുകൊണ്ടാണ് RSS BJP എന്ന് CPM ആരോപിക്കുന്നത്? നിലവിൽ ഈ വിഷയമുണ്ടാകുന്നത് ഇന്നലെ എന്നുള്ള ദിവസത്തിൽ നിന്നല്ല. 1.5 വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് BJP നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അത് കൗൺസിൽ യോഗത്തിനകത്തടക്കം അത്തരം പ്രശ്നങ്ങളാണ് നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇന്നലെ LDFന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയാണ് നാം ഓർക്കേണ്ടത്, ഒരു ഔദ്യോഗിക പരിപാടിയല്ല. LDFന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയായിട്ടുള്ള വികസന മുന്നേറ്റ ജാഥ വഞ്ചൂർ വാർഡിൽ സ്വീകരണ പരിപാടികൾ നടന്ന് ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പ്രവർത്തകർ അതിന്റെ ഇടയിലേക്ക് കയറുകയും അവിടുത്തെ വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീമതി ഗായത്രി ബാബുവിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിൽ ഗായത്രി പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടപടിക്രമങ്ങളും നടന്നു വരികയാണ്. അപ്പൊ അത്തരത്തിൽ ഇന്നലെ വഞ്ചൂരിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ഈ തുടർച്ചയായി കൗൺസിൽ അംഗങ്ങളെ പോലും, നമുക്കറിയാം കൗൺസിലർമാരെന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ്. അവർ ജനങ്ങളുടെ ആശയങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പൊ എല്ലാവരും ബഹുമാനിക്കുന്ന ജനപ്രതിനിധികളെ പൊതുസമൂഹ മധ്യേ തന്നെ ഒരു വനിത എന്ന പരിഗണന പോലും കൊടുക്കാതെ അവരെ മാനസികമായും ശാരീരികമായും അവരെ വേദനിപ്പിക്കുക, അവരുടെ കയ്യിൽ കടന്നു പിടിക്കുക എന്ന് നടത്തി അത്തരത്തിലേക്കൊരു പ്രശ്നത്തിലേക്ക് പോവുക. അതിനെ തുടർച്ചയായി അവർ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ 6 പേരെ പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ വ്യാപകമായി പ്രതിഷേധം അഴിച്ചുവിട്ടുകൊണ്ട് തന്നെ പല മേഖലകളിലും, നഗരത്തിന്റെ പല സ്ഥലങ്ങളിലും, പൂജപ്പുര അടക്കമുള്ള സ്ഥലങ്ങൾ, നെട്ടയം ഭാഗം, അതുപോലെ തന്നെ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ അക്രമം അഴിച്ചു വിട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയാണ്. പ്രതിഷേധം രേഖപ്പെടുത്താൻ എല്ലാവർക്കും അവകാശമുണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ തുടർന്നുകൊണ്ട് തന്നെ ഈ നഗരസഭയുടെ ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായി വെച്ചിട്ടുള്ള അറിയിപ്പ് ബോർഡുകൾ തകർക്കുക, LDF ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെച്ചിട്ടുള്ള പ്രചരണ മാർഗങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തകർക്കുക, തുടർന്ന് രാത്രി 2 മണിയോടുകൂടി, വെളുപ്പിന് 2 മണിയോടുകൂടി നമ്മുടെ പാർട്ടിയുടെ CPM-ന്റെ ഓഫീസ് ആക്രമിക്കുക എന്നത് ഒരു തുടർച്ചയായ സംഭവം എന്ന് ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് BJP ഇങ്ങനെ തുടർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പാർട്ടി ആ നിലയിലേക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി, ഞാൻ അതിലേക്ക് തിരികെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഇത് BJPയും CPM-ഉം മാത്രം തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഇതിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തേണ്ട കാര്യം പോലുമില്ല എന്ന് കരുതുന്നുണ്ടോ? അതായത് AKG സെന്റർ ആക്രമണം എന്നൊരു വലിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് CPM വിരൽ ചൂണ്ടിയത് കോൺഗ്രസിനെതിരെയാണ്. 57-ാമത്തെ ദിവസം അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. കോൺഗ്രസ് ഇതിൽ ഒരു പങ്കാളിത്തം കാണുന്നില്ലേ, അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഒന്നാണ് എന്ന് വിചാരിക്കുന്നില്ലേ?
മധു, ഇവിടെ കേരളത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചിട്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 67 ദിവസം കഴിയുന്നു. ഇവിടെ ഇന്നലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന എന്താ പറയുന്നത് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 24 മണിക്കൂർ ആകുന്നു. അതിൻ്റെ പ്രതികളെ കണ്ടെത്തേണ്ട ബാധ്യത സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനാണ്, പോലീസിനാണ്. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നത് ആ പാർട്ടി ഓഫീസിൻ്റെ പ്രതിനിധികളാണ്, CPM പ്രതിനിധികളാണ്. CPM മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ. അപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു. ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചിരിക്കുന്നു. ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണോ, ഇന്നലെ BJPയും CPM തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഉണ്ടായിട്ടുള്ള ഉടലെടുത്ത പ്രശ്നങ്ങളുടെ ബാക്കി പത്രമായിട്ടാണോ ആക്രമണമെന്നും ഞങ്ങൾക്കറിയില്ല. അതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്, ആഭ്യന്തര വകുപ്പാണ്, ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. പ്രകോപനം ഉണ്ടാക്കരുത്, സംയമനം പാലിക്കണമെന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ പ്രതികളെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. അത് BJP ആണ് അത് ചെയ്തിട്ടുള്ളെങ്കിൽ BJPയുടെ പ്രവർത്തകരെ മാതൃകാപരമായി ശിക്ഷിക്കത്തക്ക രീതിയിലുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇവിടെ ഇത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ആർക്കും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു ആക്ഷേപം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. 67 ദിവസമായിട്ടും സംസ്ഥാനത്തിൻ്റെ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച പ്രതികൾ, ആ ആക്രമണം ഉണ്ടായപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. അതിൻ്റെ ഒരു തനിയാവർത്തനം ഇന്ന് രാവിലെയും നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് പൊതുസമൂഹം അങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ? അന്ന് നടന്നതിൻ്റെ തനിയാവർത്തനം എന്താ? അന്ന് ആക്രമണം ഉണ്ടാകുന്നു, അവിടെ EP ജയരാജൻ വരുന്നു. EP ജയരാജൻ പറഞ്ഞു അത് കോൺഗ്രസ്സുകാരാണ് ചെയ്തതെന്ന് പരസ്യമായി പറയുന്നു. സ്റ്റീൽ ബോംബാണെന്ന് പറയുന്നു. അവിടെ മുകളിൽ വായിച്ചുകൊണ്ടിരുന്ന മഹതി പറയുന്നു ഞാൻ കിടുങ്ങി വിറഞ്ഞ് ഞെട്ടിത്തരിച്ചുപോയി, ഇവിടെ മുഴുവൻ ഭൂകമ്പം പോലെയുള്ള വലിയൊരു ശബ്ദമുണ്ടായി എന്ന് പറയുന്നു. എന്നാൽ മതിലിൽ നമ്മൾ നോക്കുമ്പോൾ അതിനുവേണ്ടി ഒരു പടക്കമാണ് എറിഞ്ഞതെന്ന് പിന്നീട് പോലീസ് തന്നെ പറയുന്നു. അപ്പോൾ അതിൻ്റെ പ്രതികളെ ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുകയും സംസ്ഥാനത്തുടനീളം ഞങ്ങളുടെ ഓഫീസുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഓഫീസുകൾ അടിച്ചു തകർത്തു, തീയിട്ടു, ബോംബെറിഞ്ഞു, പല രീതിയിൽ ആക്രമിച്ചു. ഇവിടെ അത്തരത്തിലൊരു ആക്രമണവും ഞാൻ കാണുന്നില്ല. BJPക്കാരാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ എന്താണ് BJPക്കാരുടെ ഓഫീസിൽ ആക്രമിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്തേ ഒരു ഘട്ടത്തിൽ പോലും അതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നില്ല? അപ്പോൾ ഇവിടെ CPM സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. 1. 2, ഇപ്പോഴത്തെ നമുക്കറിയാമല്ലോ മാധു, ഈ വിഷയമുണ്ടായി, മുഖ്യമന്ത്രി നേരിട്ട് അവിടെ എത്തി. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയല്ലേ അവിടെ എത്തിയിട്ടുള്ളത്? അപ്പോൾ പോലീസിന് കുറച്ചുകൂടി ശുഷ്കാന്തി കാണിക്കട്ടെ. ഇവിടെ സ്വപ്ന സുരേഷിനെ പോലൊരു വ്യക്തി 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ, ഈ സംസ്ഥാനത്ത് 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുത്തിട്ട് പുറത്തിറങ്ങിയപ്പോൾ അത് ഈ രാജ്യത്ത് കലാപമുണ്ടാക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ 9 DSPമാരാണ് ഉള്ളത്. ഒരു വാചകം അല്ലല്ല, ഇതെന്താണെന്ന് ഇത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് പൂർത്തിയാക്കും. ഒന്നുമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ നടക്കട്ടെ. ഓണമല്ലേ, പരസ്യം കൂടുതൽ കിട്ടും. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ ശ്രീ ജ്യോതികുമാർ. അങ്ങനെയല്ല, ആദ്യഘട്ടത്തിൽ നമുക്കറിയാലോ ശ്രീ മേയറിലേക്കും ശ്രീ VV രാജേഷിലേക്കും പോയ ഒരു സമയക്രമം അധികരിച്ചതുകൊണ്ടാണ് ഞാനൊന്ന് ഇടപെട്ടത്. അങ്ങേക്ക് കൃത്യമായി എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടെങ്കിൽ ഞാൻ അതിന് സമയം തരാൻ തയ്യാറുമാണ്. ശരി, ശ്രീ VV രാജേഷ്, ഇപ്പോൾ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് സൂചിപ്പിക്കാൻ, പോലീസ് സംവിധാനം പരാജയമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് ശ്രീ വിജയരാഘവൻ അടക്കമുള്ളവർ പറയുന്നത്. ഈ ഒറ്റയടിക്ക് ഒരാൾ വന്ന് ബോംബെറിഞ്ഞു പോയാൽ പിടിക്കാൻ കഴിയുന്ന സംവിധാനമൊന്നും, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയൊന്നും എപ്പോഴും പറയാൻ കഴിയില്ല. അത് ആഭ്യന്തര വകുപ്പിനെ പരിഹസിക്കുക, പോലീസിനെ അപകീർത്തിപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെ നടക്കുന്ന ഒന്നാണ് എന്നാണ് ഇപ്പോൾ CPM പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിലൊരു ഗൂഢാലോചനയുടെ ഭാഗമായി ഇപ്പോൾ RSS BJP എന്ന ആരോപിക്കാനുള്ള തെളിവുകൾ നമ്മുടെ മുന്നിലില്ല. പക്ഷേ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ശക്തികൾ ഇതിന് പിന്നിലുണ്ടെന്ന് പറഞ്ഞുകൂടെ? AKG സെന്റർ ആക്രമിച്ചത് ആരാണോ അവർ തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് എന്ന് പറയാനുള്ള എന്ത് തെളിവാണ് അങ്ങയുടെ പക്കലുള്ളത്? ഈ വിജയരാഘവൻ പറഞ്ഞില്ലേ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന്? അതുതന്നെ ഏറ്റവും വലിയ പരിഹാസമല്ലേ? പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിജയരാഘവൻ പറഞ്ഞിരിക്കുകയല്ലേ അങ്ങയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പ് കോമാളി കളിയാണ് കളിക്കുന്നത്, സമ്പൂർണ്ണ പരാജയമാണെന്ന്. അതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? മാധു, ഞാൻ ഈ ചർച്ചയിൽ 2 പോയിന്റുകൾ പറയാം. 1, ഓഫീസ് ആക്രമണം. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി പ്ലാൻ ചെയ്താണ് AKG സെന്ററിൽ പടക്കമെറിഞ്ഞത്.
ശ്രീമതി ടീച്ചർക്ക് സംഭവിച്ച കുലുക്കം ഇന്ന് 58-ാം ദിവസവും കുലുങ്ങിക്കൊണ്ടേയിരിക്കാൻ ടീച്ചർ. ഒരു ജോക്കറിന്റെ വേഷമായി മാറിയില്ലേ? ജോക്കർ വേഷം കെട്ടുകയല്ലേ ഇ പി ജയരാജൻ ചെയ്യുന്നത്? അപ്പോൾ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിന് ഇത്രയും ദിവസമായിട്ടും നഗരഹൃദയത്തിൽ ഒരു അവരുടെ ഓഫീസ് AK ഗോപാലൻ, ഈ പാർട്ടിയുടെ എല്ലാമായ AK ഗോപാലിന്റെ പേരിൽ ഉള്ള ഓഫീസിലേക്ക് പടക്കം പറഞ്ഞവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയം. പിണറായി വിജയൻ കേരളത്തിൽ ഏറ്റവും കഴിവുകെട്ട മന്ത്രിയാണ് എന്നുള്ള തെളിഞ്ഞിരിക്കല്ലേ? വിജയരാഘവന്റെ ഉള്ളിൽ അത് കാണും. അതായിരിക്കും വിജയരാഘവൻ പറഞ്ഞത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു വിവാദത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ വേണ്ടി CPM പ്ലാൻ ചെയ്തതാണ് AKG സെന്റർ. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട്. AKG സെന്റർ ആക്രമിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവർ അറസ്റ്റ് ചെയ്യണം. പക്ഷെ അപ്പോൾ നമുക്കൊരു പരിഹാസം വേണമെങ്കിൽ പറയാം AKG സെന്റർ ആക്രമിച്ചവരെ പിടികൂടിയില്ലല്ലോ. പക്ഷേ സെയിം ആളുകളാണെന്ന് പറയാൻ അങ്ങയുടെ തെളിവെന്താണ്? ഞാൻ പറയാം. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നതിനും മാധു ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും. ഞാൻ പറയാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ AKG സെന്റർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതികളെ മിടുമിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിടിക്കാൻ എല്ലാ സംവിധാനവും ഒരുക്കി കയ്യെത്തും ദൂരെ എത്തിയപ്പോഴാണ് ആ കേസ് ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി CPM നിർദ്ദേശം കൊടുത്തത്. പിടിച്ചു കഴിഞ്ഞാൽ നിരന്തരം CPMന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിൽ ഗുണ്ടായുസവും കൂലിത്തല്ലും നടത്തുന്നവരെയായിരിക്കും പിടിക്കുന്നത്. അവരുടെ ഫോൺ റെക്കോർഡ്സ് ഒക്കെ തന്നെ അവർക്ക് കിട്ടിയതാണല്ലോ. ഇനി മറ്റൊന്ന്, ഇവിടെ നഗരത്തിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തോ LDFന്റെ ഒരു ജാഥ എവിടെ നടക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഏതോ ഒരു ജാഥ, ശരി ആയിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജാഥ നടക്കുകയാണെന്ന് പറയുന്നു. അവിടെ ആ ജാഥ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചിട്ട് ഒരു നഗരത്തിലെ ഏതോ ഒരു ഭാഗം വഴി കടന്നു പോയപ്പോൾ ആ ജാഥ കടന്നു പോകുന്ന റോഡിന് സൈഡിൽ ഒരു കോളേജുണ്ട്. ആ കോളേജിന് മുഴുവനും കുഴികളായതുകൊണ്ട് ഈ കുഴി അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കുട്ടികൾ ഒരു നിവേദനം കൊടുത്തു എന്നാണ് പറയുന്നത് അവിടുത്തെ കൗൺസിലർക്ക്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ റോഡേ പോകുമ്പോഴേക്കും എത്രയോ പേർ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഞങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ പോലും ജനങ്ങൾ നിവേദനം തരുന്നു. അത് കല്യാണ വീടാകും, മരണ വീടാകും, ചിലപ്പോൾ ആശുപത്രിയാവും. ഞങ്ങൾ സ്വാഭാവികമായിട്ട് അത് വാങ്ങിയിട്ട് ഞങ്ങൾ ഒന്ന് പരിശോധിക്കും. സാധിക്കുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ സാധിക്കില്ലെന്ന് പറയും. നമുക്ക് പരിചയമില്ലാത്ത എത്രയോ പേർ നമ്മളെ ടെലിഫോൺ ചെയ്യാറുണ്ട്. അങ്ങനെ ടെലിഫോൺ ചെയ്യുമ്പോഴേക്കും നമ്മൾ സാധിക്കുന്നതാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല എന്ന് പറയും. അങ്ങനെ കുട്ടികൾ ഒരു മെമ്മോറാണ്ടം കൊടുത്തതിൻ്റെ പേരിൽ അവരുടെ ഓഫീസ് കയറി ആക്രമിക്കുന്നു, ABVPയുടെ ഓഫീസ് കയറി അടിച്ചു തകർക്കുന്നു പട്ടാപ്പകൽ. അതും 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് എന്തുമാത്രം അധപ്പതിച്ചിരിക്കുന്നു, എന്തുമാത്രം ആശയദാരിദ്ര്യം അവർ അനുഭവിക്കുന്നു എന്നാണ് വ്യക്തമാക്കേണ്ടത്. ഒരു ജാഥയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നഗരസഭയെക്കുറിച്ച് ഞാൻ പറയാം. അത് ഈ ചർച്ചയിലെ പ്രധാന ഘടകമല്ല, എങ്കിലും ഞാൻ പറയാം. 55 പേരുടെ 100 സീറ്റിൽ 55 പേരുടെ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന നഗരസഭ, സംസ്ഥാനം ഭരിക്കുന്ന LDF, ആ നഗരസഭയിലെയും കേരളത്തിലെ ഏറെക്കുറെ എല്ലാ നഗരസഭയിലെയും ഏറ്റവും വലിയ തൊഴിലാളി യൂണിയൻ KMCSU LDFന്റെ സംഘടന, ഇത്രയും സൗകര്യമുണ്ടായിട്ട് ഞങ്ങൾക്ക് ഭരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വികസനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിവില്ലാത്തവരെന്ന് അവർ തന്നെ ജാഥ നടത്തി സമ്മതിക്കുകയല്ലേ? ഇപ്പം നരേന്ദ്രമോദി പറയുകയാണ് എനിക്ക് ഭരിക്കാൻ പറ്റുന്നില്ല, സോണിയാഗാന്ധി രാഹുലും ചേർന്ന് തന്നെ ഭരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഒരു സംവിധാനത്തിന് ഭൂരിപക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭരിക്കണം. പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന്റെ ജോലി ചെയ്യും, അവർ സമരം ചെയ്യും, അവർ കൗൺസിൽ ഇപ്പൊ LDF കേരളത്തിൽ പ്രതിപക്ഷമായിരുന്നപ്പോൾ ഞാൻ പറയട്ടെ, അവസാനിപ്പിക്കരുത്, നിയമസഭയിൽ എന്തെല്ലാം ബഹളം കാണിച്ചു അത് പ്രതിപക്ഷം ചെയ്യും. അതായത് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ വീട്ടുകാരം തട്ടിപ്പ് നടത്തിയത് പ്രതിപക്ഷം കാരണമാണോ? അല്ലെങ്കിൽ കെട്ടിട നമ്പർ തട്ടിപ്പ് നടത്തിയിട്ട് ആ കേസിലെ പ്രതി MDMA കച്ചവടം നടത്താൻ പോയത് പ്രതിപക്ഷം കാരണമാണോ? തിരുവനന്തപുരം നഗരത്തിലെമ്പാടും തെരുവ് നായ്ക്കൾ അലയുന്നത് പ്രതിപക്ഷം കാരണമാണോ? വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴേക്ക് 1000 കോടി രൂപ 6 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കൊടുത്തിട്ട് ഇന്നും അത് പൂർത്തിയാക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പി തിരുവനന്തപുരം പട്ടണത്തെ മുഴുവനും ഗതാഗത കുരുക്കിൽ ആക്കുന്നത് കഴിവുകേട് കൊണ്ടല്ലേ? അത് പ്രതിപക്ഷം കാരണമാണോ? തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം അത് 40 വർഷം കൊണ്ട് പരിഹരിക്കാതെ കിടക്കുന്നത് പ്രതിപക്ഷം കാരണമാണോ? ശ്രീ ശിവൻകുട്ടി മേയറായിരുന്ന സമയത്ത് ആരംഭിച്ചതാണല്ലോ. അത് ലോകത്തിലെ ഏറെക്കുറെ എല്ലാ നഗരസഭകളും ആ പ്രശ്നം പരിഹരിച്ചിട്ടും തിരുവനന്തപുരത്തെ നഗരസഭയ്ക്ക് പരിഹരിക്കാൻ സാധിക്കാതെ കഴിവുകേടാണ്.
അങ്ങനെ അവരുടെ കഴിവുകേടുകൾ മറച്ചു വയ്ക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രതിയോഗികളെയും ക്രിയാത്മകമായ ശരി ശ്രീ വി വി രാജേഷ് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തെയും ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ഇടപെടുന്നു ശ്രീ വി വി രാജേഷ്. അതായത് നിങ്ങൾക്ക് എല്ലാവരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവാണ്. തിരുവനന്തപുരം ഒരു ചോദ്യം ചോദിച്ചാൽ വികസനങ്ങളെ പറ്റിയും 10 മിനിറ്റ് സംസാരിക്കാൻ കഴിയുന്നവരാണ്. ഇടപെടുമ്പോഴൊക്കെ ഇത്ര അസഹിഷ്ണുത കാണിച്ചാൽ ചർച്ച എവിടെയും ചെയ്യാതിരിക്കും. എനിക്ക് അദ്ദേഹത്തെക്കാൾ ഒരുപാട് കാര്യം പറയാനുള്ള ആളാണ് ഞാൻ. ശരി ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ബാക്കി ഞാനും കൂടെ ചോദിച്ചോളെ. അങ്ങ് തുടർച്ചയായി മറുപടി പറഞ്ഞോളൂ. അതായത് കൗൺസിലർ ഗായത്രി ബാബുവിനെ ആക്രമിച്ചു, കയ്യിൽ കടന്നു പിടിച്ചു എന്നടക്കമുള്ള പരാതി LDF ഭാഗത്തുനിന്നുണ്ട്, അങ്ങടക്കം ഉന്നയിച്ചു. എന്നിട്ട് ഈ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒരു ക്രൈം ചെയ്തു എന്ന് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പോലീസാണല്ലോ, നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റിന്റെ മെഷീനറി ആണല്ലോ, ഈ പറയുന്ന പരാതി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പ്രതികളെ റിമാൻഡ് ചെയ്യുകയല്ലേ വേണ്ടത്? അല്ലാതെ പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഇവിടെ മറുപടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് കലാപം ഉണ്ടാക്കാത്തത് എന്നാണ് ശ്രീ ജ്യോതികുമാർ ഇവിടെ സൂചിപ്പിച്ചത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ന് അതിന്റെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമം അഴിച്ചുവിട്ടപ്പോൾ അതിൽ നമ്മുടെ പ്രവർത്തകർ, ആ പാർട്ടിയുടെ പ്രവർത്തകർ സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ CPM എന്ന പ്രസ്ഥാനമാണ്. അത് നേരത്തെ AKG സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലും ഇന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള അക്രമത്തിലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും ആവർത്തിച്ച് നമ്മുടെ സഖാക്കളോട് സൂചിപ്പിച്ചത് എല്ലായിടത്തും പ്രതിഷേധ ധർണകൾ നടത്താം, പക്ഷേ ഒരു തരത്തിലേക്കുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത്. ജനങ്ങളെ ഭയത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറല്ല, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ആരും തയ്യാറാകില്ല എന്ന് പറഞ്ഞ പാർട്ടി ആണ് CPM എന്ന പ്രസ്ഥാനം. പിന്നെ ഇവിടെ ജനാധിപത്യ മര്യാദകളെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഷേധങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി CPM എന്ന പ്രസ്ഥാനം തയ്യാറായിട്ടുണ്ട്. ഇന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും അതിന്റെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടിയും പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യമുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച 2-3 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് തോന്നി ഇതിനകത്ത് പങ്കെടുക്കുന്ന എന്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ VV രാജേഷ്, അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ പരിമിതി ഉണ്ടെന്നാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞു, ഒരു കൗൺസിലർ അല്ലെങ്കിൽ ജനപ്രതിനിധി വഴിയിൽ കൂടി പോകുമ്പോൾ അവിടെ ജനങ്ങൾ വരും, സ്വാഭാവികമാണ്, വരും. നമ്മളൊക്കെ അദ്ദേഹം കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ കാണുന്ന ആളുകൾ തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കവും എനിക്കില്ല. പക്ഷെ അദ്ദേഹം സൂചിപ്പിച്ചതിൽ ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്, അത് വ്യക്തമായി അദ്ദേഹം പറയണം. പക്ഷെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ABVP പ്രവർത്തകരാണെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. അപ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. എന്താ സംഭവിച്ചത്? ഇതൊരു പൊളിറ്റിക്കൽ പരിപാടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നഗരസഭയുടെ ഒരു ഔദ്യോഗിക പരിപാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണ വീട്ടിലോ മരണ വീട്ടിലേക്കോ അല്ല കൗൺസിലർ പോരുന്നത്. ഒരു ഔദ്യോഗിക പരിപാടിയിൽ അവരെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി LDF എന്ന് പറയുന്ന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവർ ഒരു പൊളിറ്റിക്കൽ വേദിയിൽ ഇരിക്കുകയാണ്, ഒരു പൊളിറ്റിക്കൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, BJPയുടെ ഒരു പരിപാടി നടക്കുന്നു, ഒരു ധർണ നടക്കുന്നു, ഏതെങ്കിലും ആളുകൾ ആ സ്റ്റേജിലേക്ക്, മറ്റൊരു രാഷ്ട്രീയത്തിലുള്ള ഒരാൾ ആ പരിപാടിയിൽ തൊട്ടടുത്ത ഏതെങ്കിലും റോഡിലുണ്ടെങ്കിൽ അവർ നേരെ കൗൺസിലറിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ കാണാൻ വേണ്ടി ഏതെങ്കിലും വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ളവർ ആ സ്റ്റേജിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമോ? എനിക്കറിയില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത തരത്തിലേക്കാണ് ഒരു നിവേദനം. അവർ തമ്മിൽ കണ്ടുമുട്ടാതിരിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ആ കാര്യം നമുക്ക് VV രാജേഷിനോട് ചോദിക്കാം. അല്ല, അപ്പോ അത്തരത്തിലൊരു തെറ്റായ രീതി, കാരണം ഇതൊരു ജാഥയാണ്, അവിടെ പോലീസ് ആദ്യമേ വന്ന് പോലീസ് നിൽക്കേണ്ട ആവശ്യമില്ല, സാധാരണയായി നടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് അത്തരത്തിലൊരു കുറച്ച് പ്രവർത്തകർ വന്ന് കൗൺസിലറിനോട് അപമര്യാദയായി പെരുമാറുന്നു, അവരുടെ കയ്യിൽ കയറി പിടിക്കുന്നു, പിടിച്ചതിന് ശേഷം വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരൊരു സ്ത്രീയാണ്, ഒരു വനിതയാണ്, പൊതുസമൂഹത്തിന്റെ മധ്യയിൽ അവർക്കുണ്ടാകുന്ന പ്രയാസമുണ്ട്. അവർ സ്വാഭാവികമായിട്ടും അതിൽ പ്രതികരിക്കുകയും അതുപോലെ തന്നെ മറ്റ് നിയമ നടപടിയിലേക്കും പോകും. പിന്നെ അവിടെ സംഘർഷമുണ്ടായെന്നും ഇവർ നേരെ ഏതോ ഓഫീസിലേക്ക് ഓടിക്കേറി എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഏത് ഓഫീസാണ് അവിടെ ഉള്ളത്? അദ്ദേഹത്തിന്റെ വീട്, ഈ പറയുന്ന ബഹുമാനപ്പെട്ട കൗൺസിലറിന്റെ വീട്, ശ്രീ VV രാജേഷിന്റെ വീട് അതിന് തൊട്ടടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനടുത്ത് ഏതെങ്കിലും ABVPയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ? ഒരു ബോർഡെങ്കിലും, ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഇപ്പൊ നഗരസഭ, തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവിടെ ഒരു കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിൽ ചില ആളുകൾ സംഘടിതമായി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് ABVPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യബോധമാണുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. ഒന്ന്.
രണ്ട് ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നു. എല്ലാവരും ഇവിടെ ABVPയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം CPM അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ചു നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ അതൊരു ഓഫീസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടമാണോ? നിയമവിരുദ്ധമായി ചില ആളുകൾ അവിടെ ഓഫീസ് നടത്തുന്നുണ്ട് എന്ന വിഷയം BJPയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ശ്രദ്ധയിലുള്ള വിഷയമാണോ? എങ്കിൽ താങ്കൾ അത് തിരുത്തണ്ടേ? താങ്കൾ ഈ നഗരസഭയിലെ ഒരു നിയമപരമായി കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. താങ്കൾ ഈ നഗരസഭയുടെ ഒരു കൗൺസിലറാണ്. അങ്ങനെയാണെങ്കിൽ കൗൺസിലിന്റെ അല്ലെങ്കിൽ നഗരസഭയുടെ നല്ല ഉദ്ദേശം താങ്കൾക്കുമുണ്ടെങ്കിൽ, അതിന്റെ പ്രവർത്തനങ്ങളിൽ നല്ല ഉദ്ദേശം താങ്കൾക്കുമുണ്ടെങ്കിൽ താങ്കളുടെ പ്രവർത്തകരെ തിരുത്തണ്ടേ? ഇത് ഓഫീസ് ഒക്കുപ്പൻസിയിലുള്ള കെട്ടിടമാണോ എന്ന് താങ്കൾ പരിശോധിക്കണ്ടേ? താങ്കൾ അവർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടേ? അപ്പൊ നിയമത്തിന് വിധേയമല്ലാതെ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന പാർപ്പിട ആവശ്യത്തിന് എന്ന് നഗരസഭയുടെ വരുമാനത്തിൽ നഗരസഭയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സെക്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കെട്ടിടം ഓഫീസാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ പ്രവണതയാണ് എന്നുകൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കണം. അപ്പൊ ഒരു ബോർഡ് പോലും ഇല്ലാതെ ഒരു വീട്ടിനകത്ത് കുറച്ച് ആളുകൾ ഓടിക്കേറി പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനെ ചില പ്രവർത്തകർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ നഗരസഭയെ പറ്റി ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് നഗരസഭ ജനങ്ങളിലേക്ക് എന്ന പരിപാടിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള നോട്ടീസാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ വിഷയം എനിക്ക് ഈ മാതൃഭൂമി ചാനൽ വഴി എനിക്കിവിടെ ഞാൻ മുഴുവനായി ചർച്ച ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ ഈ ചർച്ചയുടെ സമയത്തിനുള്ളിൽ തീരാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രത്യേകമായി മാതൃഭൂമിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ചർച്ച സംഘടിപ്പിക്കണം. അതിൽ മേയർ എന്നുള്ള നിലയിൽ എന്നെയും അതുപോലെ തന്നെ ശ്രീ VV രാജേഷിനെയും കൗൺസിലർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിക്കണം. ഞാൻ അതിന് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. നഗരസഭ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ഇദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ നഗരസഭയിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ ജീവനക്കാർ നടത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയെ, ഭരണസമിതിയുടെ ഭാഗമായ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഈ അഴിമതിയുടെ ഭാഗമായി ഉണ്ട് എന്ന് തെളിയിക്കാൻ BJPക്ക് സാധിക്കുമെങ്കിൽ ഞാനത് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മേയർ ഉൾപ്പെടെ ആരെങ്കിലും ഇതിൽ പങ്കാളികളാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാൻ എനിക്ക് അവസരം ഞാൻ അങ്ങേക്ക് തിരികെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ BJPയുടെ ആരോപണവും CPMന്റെ ആരോപണവും കേരളത്തിന്റെ പൊതുസമൂഹം കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത്, അതായത് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫീസുകൾ ആക്രമിക്കരുത് എന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എന്ന ഒരു തീരുമാനമൊക്കെ മുൻപ് കേരളത്തിൽ എടുത്തിട്ടുള്ളതാണ്. അതിന് വിരുദ്ധമായി എത്രയെത്ര ആക്രമണങ്ങളാണ് കഴിഞ്ഞ 3-4 മാസമായി സംസ്ഥാനത്ത് നടക്കുന്നത്? എങ്ങോട്ടാണ് ഈ ക്രമസമാധാന പ്രശ്നം പോകുന്നത്? മധു, ഇവിടെ ഈ സംസ്ഥാനത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഓഫീസുകൾ ആക്രമിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. ഐക്യ സർവകക്ഷി യോഗത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതിനുശേഷവും ആക്രമിക്കപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ഓഫീസുകളാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ KPC ഓഫീസ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ഞങ്ങളുടെ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാനത്തെ പോലീസാണ്. ഇവരിപ്പോൾ രാജേഷ് BJPയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്, ഇപ്പുറത്ത് പങ്കെടുക്കുന്ന സഹോദരി മേയറാണ്. അപ്പോൾ CPMൻ്റെയും BJPയുടെയും നിയമസഭയുടെ നമ്മുടെ നഗരസഭയുമായി അല്ല BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പണിയാണെന്ന് എനിക്ക് തോന്നിയില്ല. താങ്കൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടല്ലോ? എന്തായാലും BJPക്ക് ഒരു പാർലമെന്ററി പാർട്ടി ലീഡർ മോശപ്പെട്ടതല്ല, ഞാനല്ലത്, ഞാൻ മോശപ്പെട്ടതല്ല, ഞാൻ BJP അല്ല, അതുകൊണ്ട് ഞാനല്ല അങ്ങനെ അല്ല മോശപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞത്. അല്ലല്ല മോശപ്പെട്ട ഞാൻ ആ പണിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മോശപ്പെട്ടല്ലെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ആ പണിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞത് അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അതിൽ നിന്ന് അങ്ങനെയാ തോന്നിയത്. അത് മോശപ്പെട്ട പണിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നു. എനിക്ക് ആ ജോലി കൂടെ ചെയ്യാനുള്ള സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് ആൾക്കാരെ ശ്രീ രാജേഷ്, എനിവേ യു ആർ എ കൗൺസിലർ, ആം ഐ റൈറ്റ്? നിങ്ങൾ ആ നഗരസഭയുടെ ഒരു കൗൺസിലറാണ്, മേയറാണ്. ഈ ചർച്ചയിൽ സ്വാഭാവികമായിട്ടും അവിടെ ഈ നിയമസഭ നഗരസഭയുമായി ബന്ധപ്പെട്ട ഭരണകക്ഷിയുടെ ഭാഗമായി അവരൊരു പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നു പറയുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരിക്കുന്നു. വഞ്ചൂരിലാണ് തർക്കമുണ്ടായിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് കേസുകൾ എടുത്തിരുന്നു. ഈ പറഞ്ഞതുപോലെ കുറേ പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുത്തു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ തമ്മിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇത് ഒത്തുതീർപ്പാക്കി ഇന്നലെ രാത്രി. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ തന്നെ RSSൻ്റെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ അവിടെ തന്നെ ഇതെല്ലാം ഒത്തുതീർപ്പാക്കി പരസ്പരം കോംപ്ലിമെൻറ്റ്സ് പറഞ്ഞാണ് പിരിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിനുശേഷം രാത്രിയിൽ ഇങ്ങനെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ആ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണെങ്കിൽ ഈ പറയുന്നത് പോലെ LDFൻ്റെ കൺവീനർ അദ്ദേഹം പറയുന്നതിനൊരു
വിലയും ഈ പൊതുസമൂഹത്തിനില്ല. LDF-ന്റെ കൺവീനർ പറഞ്ഞത് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി മുഹമ്മദ് റിയാസ് പരസ്യമായി പറയുന്നു കോൺഗ്രസും BJP-യും ചേർന്ന് ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ CPM-ന്റെ ഓഫീസുകൾ ആക്രമിക്കുകയാണെന്ന്. ഒരു മന്ത്രി മുൻകൂട്ടി എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുക? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോഴും വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. എത്ര 57 ദിവസമായിട്ട് ഞങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്ന AKG സെൻറ്ററിലെ പ്രതികളെ ഒന്ന് കണ്ടെത്ത്. എന്തേ കണ്ടെത്താൻ കഴിയാത്തത്? ഇന്നലെ BJP ആണെങ്കിൽ അവരെയും കണ്ടെത്തി പൊതുസമൂഹത്തിന് അവരാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവരുടെ വക്കാലത്തെടുക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഒരു മന്ത്രി പോലീസ് ഇത്തരത്തിൽ പ്രതികളെ കണ്ടെത്തുന്നതിന് മുമ്പ് പരസ്യമായി ഇങ്ങനെ പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? മുഹമ്മദ് റിയാസ് പരസ്യമായി പറയുന്നു ഇത് കോൺഗ്രസും BJP-യും തമ്മിൽ ഇവിടെ നിങ്ങളിപ്പോൾ പ്രതിസന്ധിയിലാണ്. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വിഷയമൊക്കെ നടക്കുമ്പോഴാണല്ലോ ഇവിടെ അമിത്ഷായെ സംസ്ഥാനത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെയാണ് സമ്മതിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ ഈ സാഹചര്യത്തിൽ, ഇങ്ങനൊരു സാഹചര്യത്തിൽ കോൺഗ്രസും CPM-ഉം BJP-യും തമ്മിലൊരു തർക്കം നടക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ അവിടെ പോയി കേന്ദ്രമന്ത്രിയെ വിളിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു? എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിച്ചിട്ടുള്ളത്? അപ്പോൾ അവിടെ നിങ്ങളിങ്ങനെ പരസ്യമായി ഞങ്ങൾ തമ്മിൽ ശത്രുതയിലാണെന്ന് പറയുകയും എന്നാൽ ഒക്കച്ചങ്ങായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്നിപ്പോൾ പുതിയ വിശദീകരണമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പുതിയ വിശദീകരണം വന്നിട്ടുണ്ട്. ഏതായാലും ആവട്ടെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില രാഷ്ട്രീയങ്ങളുണ്ട്. ഇത്തരത്തിൽ അക്രമം നടത്തിയവരെ കണ്ടെത്തുന്നത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. മാധുവിനറിയാമോ, ഈ സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത്, സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് 3 അക്രമ സംഭവങ്ങൾ ഉണ്ടായ സ്ഥലത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. ഒന്ന് ഷിബുസ്വാമിയുടെ ആശ്രമം തകർത്തപ്പോഴാണ്, തീവച്ച് നശിപ്പിച്ചപ്പോഴാണ്. മറ്റൊന്ന് AKG സെൻറ്ററിലേക്ക് ബോംബെറിഞ്ഞു എന്ന് അവർ അവകാശപ്പെടുകയും പടക്കമെറിഞ്ഞു എന്ന് പോലീസ് പറയുകയും ചെയ്യുന്ന വിഷയത്തിലാണ്. മൂന്നാമത്തേത് ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവത്തിലാണ്. അപ്പോൾ ഈ 3 വിഷയത്തിൽ നാളിതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല. മധു, എന്താ അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് പോകുന്നു. നോക്കൂ, ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഒരു വെളിപ്പാടകലെയാണ്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ആ സ്ഥലത്ത് ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ പണ്ട് തൃശ്ശൂരിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ പ്രതികളെ പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തി നമ്മൾ പത്രത്തിൽ വായിച്ചു. തൃശ്ശൂർ ജില്ലയിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതിന് തൊട്ടടുത്ത് ഇടപ്പഴഞ്ഞിയിൽ പോലീസുകാരെയും അതിനൊപ്പം തന്നെ ജനങ്ങളെയും ഒക്കെ തോക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് ഒരു അക്രമി സംഘം കടന്നുപോയത്. പട്ടാപ്പകൽ കുത്തി തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ചതിന് ശേഷം അവരെയും പിടികൂടിയിട്ടില്ല. എന്താണ്, അതായത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഓഫീസുകൾ, അധികാര കേന്ദ്രങ്ങൾക്ക് തൊട്ട് താഴെ ആക്രമിക്കപ്പെടുന്നു. ജനങ്ങളുടെ ജീവന് നേരെ ഭീഷണിയുമായ ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആരെയും പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പോലീസ് സംവിധാനം എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ശ്രീ VV രാജേഷ്, ഇപ്പോൾ ശരിയാണ്, ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അങ്ങേക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ ഈ വരും ദിവസങ്ങളിലൊന്നും ഒരു BJP RSS പ്രവർത്തകനും ഈ സംഭവത്തിന്റെ പേരിൽ അറസ്റ്റിലാകില്ല എന്ന്? മാധു, കേസന്വേഷിക്കേണ്ട പോലീസാണ്. പോലീസ് കേസന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളത് AKG സെന്റർ ആക്രമണ സമയത്ത് തന്നെ സ്വീകരിച്ച നിലപാടാണ്. പക്ഷേ കേരളത്തിലെ പോലീസ് സംവിധാനം സമ്പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെ CPM അവരെ വന്ധ്യംകരണം നടത്തിയിരിക്കുകയാണ്. പോലീസ് AKG സെന്റർ ആക്രമണ കേസിലെ യഥാർത്ഥ പ്രതികളെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ലായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളം സമ്പൂർണ്ണ തകർച്ചയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 12 ദിവസമായി ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു പദ്ധതി, വിഴിഞ്ഞം പ്രദേശത്തെ പദ്ധതി, ആ പദ്ധതി ഇന്ന് ലോകത്തിന് മുമ്പിൽ കേരളത്തെ നാണം കെടുത്തിയിരിക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. അവിടെ സമരം ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളോട് ചർച്ച ചെയ്ത് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ വേണ്ടി ആ വിഷയത്തിലേക്ക് പോയാലെത്തില്ല. ശ്രീമതി ക്ഷമിക്കണം, ശ്രീ ആര്യ രാജേന്ദ്രൻ നേരത്തെ ചോദിച്ചു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ വേദിയിലേക്ക് ചെന്ന് ഒരു നിവേദനം കൊടുക്കുക എന്ന രീതിയിൽ ചെല്ലുന്നത് നേരിട്ടുള്ള പ്രകോപനമല്ലേ എന്ന് ചോദിച്ചു. അതൊരു പ്രകോപനം തന്നെയല്ലേ ശ്രീ VV രാജേഷ്? ഞാനൊന്ന് പറയട്ടെ, കേരളത്തിലെ സംവിധാനം പിണറായി വിജയന്റെ കീഴിൽ തകർന്നതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ മാധു ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി തരാം. ഞാൻ മനസ്സിലാക്കുന്നത് ആ വാർഡിലെ ജനപ്രതിനിധിക്ക് ആ വാർഡിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ, അതിൽ ABP പ്രവർത്തകരുണ്ട്, അവരുൾപ്പെടുന്ന ഒരു സംഘം ഒരു നിവേദനം കൊടുത്തു എന്നുള്ളത് വസ്തുത തന്നെയാണ്.
ആ നിവേദനം ഒരു ജനപ്രതിനിധി കൊടുക്കുവാനുള്ള, ആ വാർഡിലെ ജനപ്രതിനിധി കൊടുക്കുവാനുള്ള അവകാശമില്ല. എന്തിനാണ് ഒരു വനിതയുടെ കടന്നു പിടിച്ചു, അവരെ ഒരു ഇത്രയും പോലീസും ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുമ്പോൾ കടന്നു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തന്നെ ഒരു അപമാനിത ആക്കുന്ന അവസരത്തെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഒരു പാർട്ടി പ്രവർത്തകയെ തന്നെ ഇത്തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് എന്ത് പേരിട്ടാ വിളിക്കേണ്ടത് എനിക്കറിയില്ല. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടാണ് നേരിടേണ്ടത്, അല്ലാതെ സ്ത്രീത്വത്തെ. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ABVP ഞാൻ പറയട്ടെ, അതിലെന്താ? ABVPയുടെ പ്രവർത്തകർക്ക് ആ വാർഡിലെ കൗൺസിലർക്ക് ഒരു നിവേദനം കൊടുത്തുകൂടെ? ABVPയുടെ പ്രവർത്തകർ ആ വാർഡിലെ കൗൺസിലർക്ക് ഒരു നിവേദനം കൊടുത്തു. ഞാൻ പറയട്ടെ, ഏറ്റവും പുതിയ കാര്യം ABVPയുടേതായിട്ടുള്ള ഒരു പത്രപ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ഓഫീസ് CPM ഗുണ്ടകൾ, അങ്ങൊന്ന് കേൾക്കണം, ഗുണ്ടകൾ ആക്രമിച്ചത് ഭരണപരാജയം മറച്ചുവെക്കാൻ വേണ്ടിയാണെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി NCT ഹരി. വഞ്ചിയൂർ സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കോളേജിന് മുന്നിലെ റോഡ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർഡ് കൗൺസിലിനെ പരാതി കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ തുടർന്ന് വാർഡിലെ പ്രോഗ്രാമിൽ പങ്കെടുത്തിറങ്ങിയ കൗൺസിലറെ നേരിൽ കണ്ട് നിവേദനം നൽകിയ വിദ്യാർത്ഥികൾ. എന്താണ് ABVPക്ക് തങ്ങളാണ് എന്ന് പറയാൻ ഇത്ര മടി? ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. താങ്കൾ വായിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആ കോളേജിലെ കുട്ടികൾ, അതിൽ ABVPക്കാരായിട്ടുള്ള അല്ലല്ല, താങ്കൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനെന്നുണ്ടെങ്കിൽ മാധു, ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോഴേക്കും താങ്കൾ ഇടപെടാൻ പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചർച്ചയ്ക്കില്ല, താങ്കൾ നടത്തിക്കോളൂ. ആ കോളേജിലെ കുട്ടികൾ നിവേദനം കൊടുക്കാൻ പോയി, അതിൽ ABVPയുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു ജനപ്രതിനിധിക്ക് ഒരു കോളേജിലെ കുട്ടികൾ നിവേദനം കൊടുത്തു എന്ന് കരുതിയിട്ട് അവരുടെ ഭരണ കഴിവുകേട് മറച്ചു വയ്ക്കാൻ വേണ്ടി ആ സംഘടനയുടെ പ്രവർത്തകർ അവരുടെ ഓഫീസ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ? ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം. AKG സെന്റർ CPMന്റെ പാർട്ടി ഓഫീസാ. അതിന് പാർട്ടി ഓഫീസിന്റെ ബോർഡത്തെ വെക്കാത്തത്? AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന ബോർഡ് വയ്ക്കാനുള്ള തൻ്റെ ഇടം അവർക്കില്ല. പക്ഷേ ഇവിടുത്തെ നഗരസഭ ഇത്രയും കാലം നടപടിയെടുത്തോ? ഇത്രയും കാലം തീരുമാനിച്ചോ? ഇത്രയും കാലം എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? തിരുവനന്തപുരത്തെ 100 കണക്കിന് സ്ഥാപനങ്ങൾ ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തൻ്റെ ഇടമുണ്ടോ? നാളെ രാവിലെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യമുണ്ടോ? അങ്ങനെയുള്ള തൻ്റെ ഇടമുണ്ടെന്ന് പറയണം. പതിറ്റാണ്ടുകളായി കുടുംബ സ്വത്ത് പോലെയും പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും വിഹിതം പറ്റിക്കൊണ്ടും പൊതുമുതൽ 100 കണക്കിന് സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും പ്രവർത്തിക്കുന്നുണ്ട്. AKG സെന്റർ നാളെ ഒഴിപ്പിക്കേണ്ടി വരും ഈ നിയമം ശക്തമായിട്ട് നടപ്പിലായി കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ ഭാഗമൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊന്ന്, പട്ടികജാതിക്കാർക്ക് മാത്രം ലഭിക്കേണ്ട ഫണ്ട് ഞാൻ പറയട്ടെ, DYFIയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട്, ഉന്നത കുല ജാഥയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട് ആ കേസന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് ഇപ്പൊ വിജിലൻസിന്റെയും കയ്യിൽ കൊടുത്തിട്ട് ആ അന്വേഷണ റിപ്പോർട്ടിന് അടയിരിക്കുകയാണ്. ഒരു തെളിവുകൾ പോലും കൊടുക്കാതെ മുക്കി വെച്ചിരിക്കുക ഈ നഗരസഭ. ഒടുവിൽ നാണം കെട്ട് മുഖ്യമന്ത്രിക്ക് CPMന്റെ സമ്മേളനത്തിൽ സമ്മതിക്കേണ്ടി വന്നിട്ടില്ലേ? പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് നമുക്ക് വളരെ വലിയൊരു അപമാനമായിരുന്നു. മാധ്യമവാർത്തകൾ കേട്ടാണ് ഞാൻ പറയുന്നത്. ഈ അവസ്ഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് റോഡുകൾ കുഴികളായി കിടക്കുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ജനപ്രതിനിധിക്ക് നിവേദനം കൊടുക്കുന്നത്. അപ്പൊ എന്തിനാ അസ്വസ്ഥരാകുന്നത്? ABVPയുടെ ഞാൻ നേരത്തെ വായിച്ചു അവരുടെ പത്രപ്രസ്താവന. സംസ്കൃത കോളേജിലെ കുറച്ച് കുട്ടികൾ കഴിഞ്ഞ കുറെ ദിവസമായി റോഡ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് വാർഡ് കൗൺസിലർക്ക് പരാതി കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സമ്മതിക്കുന്നില്ല, രാഷ്ട്രീയമായ പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് കണ്ടയിടത്ത് വെച്ച് പരാതി നൽകി എന്നാണ് ABVP പറയുന്നത്. ABVP അവരുടെ പ്രാതിനിധ്യം ഇതിൽ എന്തായാലും ആദ്യഘട്ടത്തിലൊന്നും അവകാശപ്പെടുന്നില്ല. വിദ്യാർത്ഥികൾ എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ അവർ തന്നെ കുറച്ച് വീഡിയോ ഒക്കെ പുറത്തുവിടുന്നുണ്ട്. അതിലെവിടെയും ഈ നമ്മുടെ ഗായത്രി ബാബുവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അതിക്രമത്തിന്റെ ദൃശ്യങ്ങളില്ല. ഇനി അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ കൃത്യമായി CPMന് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അവിടെ പ്രസക്തമാകുന്നുണ്ട് ആര്യ. അതായത് ഒരു വാർഡ് കൗൺസിലറെ അത്രയും ആളുകൾക്കിടയിൽ നിന്ന് CPMന്റെ രാഷ്ട്രീയമായ അണികളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരാൾ കയ്യിൽ കടന്നു പിടിച്ചുവെങ്കിൽ എന്തുകൊണ്ട് അയാൾ ജാമ്യം തേടി പുറത്തു വന്നു? ഇവിടെ ഏറ്റവും പ്രധാനമായി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ABVPയുടെ പ്രവർത്തകരാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോഴും അദ്ദേഹത്തിന് ചെറിയ സംശയം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ABVPയുടെ പ്രവർത്തകരും അതിലുണ്ടായിരുന്നു. ഏതിലുണ്ടായിരുന്നു? ABVPയുടെ പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്.
പിന്നെ ഗായത്രി എന്ന് പറയുന്ന കൗൺസിലർ ശ്രീ വി രാജേഷിനെ പോലെ ഒരു കൗൺസിലർ അല്ല. ഗായത്രി എല്ലാ ദിവസവും വാർഡിൽ പ്രവർത്തിക്കുന്ന, വാർഡിൽ പോകുന്ന, അല്ലെങ്കിൽ ആ വാർഡ് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുന്ന ഒരു കൗൺസിലറാണ്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ വേദിയിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ABVPയുടെ പ്രവർത്തകർക്ക് അവരെ കാണേണ്ടി വരുന്ന ഒരു ഗതികേടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് ഒരുപാട് തിരക്കുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ മറ്റൊരുപാട് തിരക്കുള്ളവരെ ചിലപ്പോൾ വഴി വെച്ചൊക്കെ കണ്ടാൽ അവിടെ വെച്ച് പിടിച്ച് നമ്മൾ പരാതിയൊക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ഗായത്രി എന്ന് പറയുന്ന കൗൺസിലറിനെ സംബന്ധിച്ചിടത്തോളം അവര് വാർഡിൽ ഇടപെട്ട് നിൽക്കുന്ന, അവിടെ താമസിക്കുന്ന, അവിടെ ജനിച്ചു വളർന്ന, അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്ന ഒരു മികച്ച കൗൺസിലർ തന്നെയാണ് നഗരസഭയിലെ. അവരുടെ ഓഫീസ് ആ കോടതിയുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 24 മണിക്കൂർ, പറ്റുമെങ്കിൽ രാത്രികാലങ്ങളിലും അവിടെ അത്യാവശ്യം കാര്യങ്ങൾ കൊണ്ടുപോയാൽ അവിടെ വാങ്ങിക്കാനും അപേക്ഷകൾ വാങ്ങിക്കാനും അത്യാവശ്യം പ്രശ്നങ്ങളിൽ ഇടപെടാനുമുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ വേദിയിൽ വന്ന് അക്രമം ഉണ്ടാക്കാൻ വേണ്ടി അല്ല എങ്കിൽ ഗായത്രി എന്ന് പറയുന്ന കൗൺസിലറിന്റെ അടുത്തേക്ക് എന്തിനു വേണ്ടിയാണ് ഒരു രാഷ്ട്രീയ പരിപാടിയിലേക്ക് ABVPക്കാർ കടന്നു കയറിയത് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കണം. അപ്പോ അവരെല്ലാവരും ഈ പ്രശ്നമുണ്ടായി സ്വാഭാവികമായും ഗായത്രിയുടെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ, ഗായത്രിയോട് മോശമായി സംസാരിക്കുമ്പോൾ അവര് സ്ത്രീ എന്നുള്ള നിലയിൽ അവര് പ്രതികരിക്കും. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, എന്തോ സ്ത്രീകളോട് വലിയ നല്ല സമീപനമുള്ള ആളെ പോലെയാണ് ശ്രീ വി രാജേഷ് സംസാരിച്ചത്. അദ്ദേഹം എന്താ പരാമർശങ്ങൾ നടത്തുന്നത്? അദ്ദേഹത്തിന്റെ പരാമർശത്തെ ഞാൻ അതുപോലെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഈ ചർച്ചയെ പറഞ്ഞു, ആ കുട്ടിയെ എന്തോ നമ്മൾ മോശപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത്. സ്ത്രീകളെ പറ്റി അത്ര ധാരണയുള്ള അല്ലെങ്കിൽ അത്ര സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരാളാണോ ഇന്ന് എന്നെ വ്യക്തിപരമായി, അല്ലെങ്കിൽ ഞാനത് വളരെ രസകരമായി എടുക്കുന്നത്, ഇങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നത്? ആ കാര്യത്തെപ്പറ്റി ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അത്ര കൺസേൺ ഉള്ള ആളാണ് താങ്കളെങ്കിൽ താങ്കളുടെ നിലപാട് താങ്കൾ സ്വീകരിക്കണം. അപ്പോ സ്ത്രീകളെ അപമാനിക്കുക എന്ന BJPയുടെ നയം തന്നെയാണ് താങ്കളും തുടരുന്നത് എന്ന കാര്യം താങ്കളും ABVPയും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സംഘടനകളും തുടരുന്നത് എന്ന് എനിക്ക് ഈ പരിപാടിയുടെ ഭാഗമായി, ഇതിന്റെ ഭാഗമായി, എനിക്ക് ചർച്ചയുടെ ഭാഗമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിയമം ഈ പ്രതികളെ ശിക്ഷിക്കാത്തത്? ഇവിടെ ആ സംഭവം നടന്ന ഉടനെ തന്നെ ഗായത്രി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം അതിൽ 6 പേരെ, ഞാൻ മനസ്സിലാക്കുന്നത് 6 പേരെ അവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അവിടെയും ഈ പറയുന്ന ശ്രീ വി രാജേഷ് എന്ന് പറയുന്ന കൗൺസിലർ തന്നെ അവിടെ ബഹളം ഉണ്ടാക്കി, അവിടെ പോലീസുമായി സംഘർഷത്തിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായ ഡീറ്റെയിൽസ് ഇല്ല. പക്ഷേ അദ്ദേഹം നേരിട്ട് സ്റ്റേഷനിൽ പോയി അവിടെ ബഹളം ഉണ്ടാക്കി ആളുകൾ ഇറക്കി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മറ്റ് അതായത് സ്ത്രീകളെ വഴിയിൽ വെച്ച് അപമാനിക്കുന്ന പ്രതികളെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക്, കൗൺസിലർക്കൊക്കെ വന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ കഴിയുമല്ലേ? അല്ല, അദ്ദേഹം അത്ര മോശമായ രീതിയിലാണ് അവിടെ സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞതാണ്. അവിടെ പ്രാദേശികമായി അറിയാൻ വേണ്ടി കഴിഞ്ഞ കാര്യം അദ്ദേഹം ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന, അതിന്റെ കീഴിൽ വരുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നടപടി സ്വീകരിക്കട്ടെ, അവർ നടപടി നേരിടട്ടെ എന്ന് എന്തുകൊണ്ട് അദ്ദേഹം പറയാത്തത്? ഇവിടെ നേരത്തെ ചോദിച്ചല്ലോ, ഈ ആക്രമണത്തിന്റെ ഭാഗമായി CPMന്റെ ഓഫീസ് ആക്രമിച്ചത് നിങ്ങളല്ല എന്ന് ഉറപ്പു പറയാൻ വേണ്ടി സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് പോലീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നാണ്. ശരിയാണ്. നമ്മളൊക്കെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി നിലകൊള്ളുന്ന ആളുകളാണ്. അങ്ങേക്കെതിരെ അതിക്രമം ഉണ്ടായ സമയത്ത് നമ്മളെല്ലാവരും അതിനെതിരെ, സൈബർ അറ്റാക്ക് ഉണ്ടായ സമയത്തൊക്കെ അതിനെതിരെ സംസാരിക്കുന്നവരാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീയെ പബ്ലിക്കിന്റെ നടുവിൽ വെച്ച് അപമാനിക്കുന്ന, എങ്ങനെ അപമാനിച്ചാലും അത് തെറ്റാണ്, അപമാനിക്കുന്ന ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ വി രാജേഷ് പോലെ ഒരു കൗൺസിലർക്ക് എത്ര മോശമായ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചുവെങ്കിൽ പോലും ഇറക്കി കൊണ്ടുപോകാൻ കഴിയുന്ന നിയമമാണോ ഇവിടെ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ശ്രീ വിജയരാഘവനൊക്കെ പറഞ്ഞതുപോലെ ആഭ്യന്തര മന്ത്രാലയത്തെ, ഭരണ സംവിധാനത്തെ, പോലീസിനെ അധിക്ഷേപിക്കാൻ ഒക്കെ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് എന്തിനാണ് ഈ സിസ്റ്റം? പിന്നെ ഈ പോലീസ് സംവിധാനത്തെ ആക്രമിക്കുക, അത് ഇവിടെ കേരളത്തിലാകെ വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത്, അത് ഇങ്ങനെ തുടർന്നു വരുന്നൊരു സാഹചര്യമാണുള്ളത്. അതാണ് വിജയരാഘവൻ സഹോദരൻ സൂചിപ്പിച്ചത്. അപ്പൊ ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചതുപോലെ തന്നെ ഗായത്രിയുടെ പരാതിയിന്മേൽ എന്ത് ആക്ഷൻ എടുത്തു എന്നുള്ളത് പോലീസ് വ്യക്തമാക്കേണ്ട കാര്യമാണ്. പോലീസ് മാത്രം വ്യക്തമാക്കിയാൽ മതി അല്ലെ? നമുക്ക് രാഷ്ട്രീയമായ ഉത്തരവാദിത്തമില്ല. അതായത്
CPM ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് സ്ത്രീകളെ അപമാനിക്കുന്ന പ്രതികളെ ഇറക്കിക്കൊണ്ടുപോകാൻ കഴിയും അല്ലേ? സാങ്കേതിക തടസ്സമുണ്ട്. ശ്രീ വി രാജേഷ്, അങ്ങ് വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അങ്ങയുടെ അനുയായികളെ ഇറക്കിക്കൊണ്ടുവരികയായിരുന്നോ? അല്ല, സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ സംഘടനയിൽപ്പെട്ട പ്രതികളെ, അതിന് മാർക്സിസ്റ്റ് പാർട്ടിയല്ല ഏത് പൊന്നുതമ്പുരാൻ കേരളം ഭരിച്ചാലും എൻ്റെ സംഘടനയിൽപ്പെട്ട പ്രവർത്തകരെ അനാവശ്യമായിട്ട് പ്രതി ചേർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ പോയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കും. ഞാൻ ഇന്നലെ 2 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിലും നന്ദാവനം ക്യാമ്പിലും ഞാൻ പറഞ്ഞോട്ടെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട്, അസിസ്റ്റന്റ് കമ്മീഷണറും സിറ്റി പോലീസ് കമ്മീഷണർമാരുമായിട്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നീതി നേടിക്കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അത് എത്ര രാത്രി ആയാലും എന്തൊക്കെ ആരോപണം വന്നാലും ഞാൻ ചെയ്തിരിക്കും, അതിനിയും ചെയ്യും. ഇനി മോശമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അവർ ആക്ഷൻ എടുത്തോട്ടെ. ഞാനിവിടെ ഇരിക്കുകയല്ലേ, അതാ ക്യാമറയ്ക്ക് മുമ്പിലും ചാനലിൻ്റെ മുമ്പിൽ ഇരിക്കുകയല്ലേ, ഞങ്ങൾക്ക് ഒരു ആക്ഷൻ എടുത്തോട്ടെ. വി ആർ റെഡി ടു ഫേസ് ഇറ്റ്. ഇനി വേറൊരു കാര്യം, എന്തോ പരാമർശം, മാധു എത്രയോ വർഷം കൊണ്ട് മാധ്യമ ചർച്ചകളിലും പ്രസംഗത്തിലും ഒക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. വ്യക്തമായിട്ട് ഉത്തമ ബോധ്യത്തോടെയാണ് പരാമർശങ്ങൾ നടത്തുന്നത്. ഞാനിന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി. ഞാനൊരു സിസ്റ്റത്തിൻ്റെ, ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞില്ല, ആ പോസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു സിസ്റ്റത്തിൻ്റെ പക്വതയില്ലായ്മ തുറന്നു കാട്ടാൻ വേണ്ടി ഞാൻ സംസാരിച്ച് പത്രസമ്മേളനം നടത്തി. അത് പൊതുസമൂഹത്തിൽ ലഭ്യമാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പക്വത. അപ്പോഴെന്തിനാണ് അച്ഛൻ പത്തായത്തിലില്ല അത് പറഞ്ഞത്? എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. എന്തിനാണ് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? ഞാനൊരു സിസ്റ്റത്തിൻ്റെ പക്വതയില്ലായ്മ, കഴിവില്ലായ്മ, ആ കഴിവില്ലായ്മ കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഒരു നഗരം വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥ, ആ സാഹചര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കും. അല്ലാതെ വിജയരാഘവൻ രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള തോന്നിയാസങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ ചർച്ചയിൽ ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. ഞാൻ സിസ്റ്റത്തെയാണ് എപ്പോഴും, ആ സിസ്റ്റത്തെയും ആശയത്തിൻ്റെ പരാജയത്തെയുമാണ് പറയുന്നത്. ഈ ചർച്ച വി രാജേഷിനോട് അംഗം വെട്ടാനുള്ള ചർച്ചയല്ല. അങ്ങനെ ആക്കിയതിനെ ലാഘവ ബുദ്ധിയോടെ കാണരുത്. അത് ആശയ പാപ്പരത്വമാണ്, അത് രാഷ്ട്രീയമായി പക്വതയില്ലായ്മയാണ്. ഞാൻ പറയുന്നത് ആശയങ്ങൾക്കാണ് മറുപടി ഞാൻ ആ വാക്കേ ഉപയോഗിച്ചിട്ടില്ല. താങ്കൾ പറഞ്ഞ വാക്ക് ഞാൻ എൻ്റെ പത്രസമ്മേളനത്തിലോ ഒരു ചർച്ചയിലോ ഉപയോഗിച്ചിട്ടില്ല. ഈ ചർച്ചയിലും ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ പത്രസമ്മേളനത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. താങ്കൾ പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാനൊരു സിസ്റ്റത്തിൻ്റെ പരാജയം, ഭരണകൂടത്തിൻ്റെ LDF ഭരണം ഏൽപ്പിച്ചിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ പരാജയം എന്ന് മാത്രം. താങ്കൾ എൻ്റെ രാവിലത്തെ പത്രസമ്മേളനം, ഒരു 15-20 മിനിറ്റ് നീണ്ടിരിക്കുന്ന പത്രസമ്മേളനം കണ്ടു നോക്കൂ. ആ സിസ്റ്റം പക്വതയില്ലാത്തതാണ് സൂചിപ്പിക്കാനുള്ള പ്രയോഗങ്ങളാണ് ഞാൻ നടത്തിയത്. ശരി, അങ്ങ് പറഞ്ഞ വാക്യം ഒന്ന് ആവർത്തിക്കാമോ? ഒരു സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോഴേക്ക് എന്താ എനിക്ക് ആ വാക്ക് ഉപയോഗിച്ചൂടെ? അല്ല, അങ്ങ് പറഞ്ഞ വാക്യം ഒന്ന് ആവർത്തിക്കാമോ? അത് അതിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. താങ്കൾ എന്തിനാ ഇപ്പോഴും എന്നെ കുറിച്ച് കൊണ്ടത് പറയിപ്പിക്കുന്നത്? ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു പോസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഞാനൊരു സിസ്റ്റം, ഞാനത് പറഞ്ഞ ശരി, അങ്ങയുടെ വാദത്തിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ശരി, ഞാൻ ഒരു ഇടവേള എടുത്തോട്ടെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാലിലേക്ക് ഞാൻ പോയില്ലേ ഘട്ടത്തിൽ? ഒരു ഇടവേള അതിനു മുൻപ് ശ്രീ ജ്യോതികുമാർ ചാമക്കാൽ, ഇപ്പോൾ ഞാൻ മേയറോടും ശ്രീ വി രാജേഷിനോടും ആവർത്തിച്ച് ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ വി രാജേഷിന് വേണമെങ്കിൽ പറയാം, ഞാൻ എൻ്റെ അണികളെ അല്ലെങ്കിൽ എൻ്റെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ അന്യായമായി അറസ്റ്റ് ചെയ്താൽ ഏത് ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടർ പിടിച്ചുകൊണ്ടുപോയാലും പോയി സമരമിരുന്ന് പ്രതിഷേധിച്ച് അവരെ ഇറക്കിക്കൊണ്ടുവരുമെന്ന്. പക്ഷേ മേയറാണ് പറയുന്നത് വലിയ മോശപ്പെട്ട ഭാഷ ഉപയോഗിച്ചു അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നുവെന്ന്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നിയമം, അല്ലെങ്കിൽ എന്താണ് നിയമം നിഷ്കർഷിക്കുന്നത്? ഞാൻ ആരോടാണ് ഇത് ചോദിക്കേണ്ടത്? മാധവ്, ഞാൻ തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു പോയി. ഞാനൊരു വാചകത്തിൽ അവസാനിപ്പിച്ചിരുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒത്തുതീർപ്പുണ്ടാക്കി എന്നൊരു വാചകത്തിൽ മാത്രം ഞാൻ അത് അവസാനിപ്പിച്ചിരുന്നു. ഇപ്പം മേയറും BJPയുടെ ജില്ലാ പ്രസിഡന്റും സംസാരിച്ചതിൽ നമുക്ക് എന്താ ബോധ്യപ്പെടുന്നത്? മേയർ പരസ്യമായി പറയുന്നു, തന്നോടൊപ്പമുള്ള ഭരണപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വനിതാ കൗൺസിലറെ പരസ്യമായി കടന്നു പിടിച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി BJPക്കാർ അഥവാ ABVPക്കാർ എന്ന് പരസ്യമായി പറയുന്നു. അതിൻ്റെ പേരിൽ അതേ കൗൺസിലർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് മേയർ തന്നെ പറയുന്നു. ഭരണകക്ഷിയുടെ ഭാഗമാണെന്ന കാര്യം മറക്കരുത്. എന്നിട്ട് മേയർ പറയുന്നു പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് മേയർ തുടർന്ന് പറയുന്നു BJPയുടെ ജില്ലാ പ്രസിഡന്റ് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കടന്ന് അസഭ്യവർഷം ചൊരിഞ്ഞ് അവരെ പിടിച്ചിറക്കി കൊണ്ടുപോയി എന്ന് മേയർ പറയുന്നു. മേയർ ആരാണ്? CPMൻ്റെ നേതാവാണ്. ഇവിടെ ആരാണ് ഭരിക്കുന്നത്? CPM ആണ് ഭരിക്കുന്നത്. ഇവിടെ ആരാണ് മുഖ്യമന്ത്രി? ഇവിടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി.
അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു വനിതാ കൗൺസിലറെ അവരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ABVP-ക്കാർ കടന്നാക്രമിച്ചു എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ അവരുടെ പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്ത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോൾ അവിടെ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് കടന്നു കയറി നിയമവിരുദ്ധമായി അവരെ മോചിപ്പിച്ചു എന്ന് പറയുന്നത് CPM-ന്റെ നേതാവ് DYFI-യുടെ നേതാവ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മേയറാണ്. അപ്പോൾ മേയർ പറയുന്നത് എന്താണ്? ഈ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് അല്ലേ? ഈ സംസ്ഥാനത്ത് BJP-യുടെ ജില്ലാ പ്രസിഡന്റാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. BJP-യുടെ ജില്ലാ പ്രസിഡന്റാണ് തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനുകൾ നിയന്ത്രിക്കുന്നത് എന്നാണ് മേയർ പറയുന്നത്. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇവർ തമ്മിൽ ഇന്നലെ ഒത്തുതീർപ്പിലെത്തി, ഇവർ തമ്മിൽ പരസ്പര ധാരണയിലെത്തി. പിന്നീട് ആ ജില്ലാ കമ്മിറ്റി ഓഫീസിന് കല്ലെറിഞ്ഞത് BJP-ക്കാരാണോ CPM-കാരാണോ എന്ന് മാത്രമേ തിരിച്ചറിയാനുള്ളൂ. ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ബാധ്യത പോലീസിനാണ്. ഞങ്ങൾക്കറിയില്ല, നമുക്കറിയില്ല ആരാ ആക്രമിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ ഒന്നുണ്ട്, ഇവർ തമ്മിൽ ഒക്കച്ചങ്ങായിമാരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് മേയർ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പരാജയമാണെന്ന് മേയർ സമ്മതിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ തന്റെ സഹപ്രവർത്തക ഒരു കൗൺസിലർ, മേയറല്ലേ അവർ, ഒരു കൗൺസിലറെ കടന്നാക്രമിച്ചു, അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയിട്ടും ഞാൻ എന്ത് സംസാരിക്കണം? ഒരു സഹോദരി അല്ലല്ല, ശരിയല്ല മാധു, ഇത് ശരിയല്ല. ഞാൻ എന്ത് സംസാരിക്കണം തീരുമാനിക്കണം. താങ്കൾ സംസാരിക്കുമ്പോൾ പ്രായത്തെ ബഹുമാനിച്ചാണ്. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മൗനമായി ഇവിടെ കേട്ടുകൊണ്ടിരുന്നതാണ്. എന്റെ രാഷ്ട്രീയം പറയാനുള്ള അവകാശം എന്റേതാണ്. ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് ഗായത്രി ബാബു എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരസഭയോ അല്ല, ഇത് തിരുവനന്തപുരം നഗരസഭയോ അല്ല, ഇത് തിരുവനന്തപുരം തിരുവനന്തപുരം നഗരസഭയോ അല്ല. ഒരു അസഹിഷ്ണുത തരത്തിലേക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ AKG സെന്ററിലെ തിട്ടൂരം മേടിച്ചിട്ടോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ തിട്ടൂരം മേടിച്ചോ ജീവിക്കുന്ന ആളല്ല. എനിക്ക് AKG സെന്റർ ഒന്നും താങ്കൾ പറയണ്ട. അതിന്റെ ഇടയ്ക്ക് AKG സെന്റർ എന്ന് പറഞ്ഞാൽ ചാനലിൽ 2 കയ്യടി കിട്ടുന്നൊന്നും താങ്കൾ കരുതണ്ട. അല്ലെ, അങ്ങനെ എന്തായാലും തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഇരിക്കാൻ താങ്കൾ എന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെ കൗൺസിൽ എങ്ങനെയാണെന്നുള്ളതും താങ്കൾക്ക് ധാരണയില്ല. അതുകൊണ്ട് കൗൺസിൽ യോഗത്തെയും AKG സെന്ററിനെയും ഒന്നും താങ്കൾ അതിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഗായത്രി കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ ഇന്ന് പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തിട്ടുണ്ട് എന്നത് ഗായത്രി തന്നെ ഇപ്പൊ വ്യക്തമാക്കുന്ന. അപ്പൊ അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ പോലീസ് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത്തരം സാമാന്യ മര്യാദകളില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കരുത്. അത് മേയർ അല്ല, ഇനി ഏത് പൊന്നുതമ്പുരാനായാലും ഇത്തരം ചർച്ചകളിൽ സാമാന്യ മര്യാദ പാലിക്കണം, ഏത് മേയറായാലും. മനസ്സിലായോ? അല്ല, താങ്കൾ ഇപ്പൊ ഉപയോഗിച്ച ഭാഷ മര്യാദയ്ക്ക് താങ്കൾ സംസാരിക്കണം. നഗരസഭയുടെ മേയറായി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പൊ താങ്കൾ മര്യാദയ്ക്ക് സംസാരിക്കണം. പുണ്യാളനാണോ അല്ലെങ്കിൽ മേയറാണോ എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണ്. അല്ല, നമുക്ക് വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് പോകണ്ട, വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് പോകേണ്ടതില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും രാഷ്ട്രീയത്തിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല അങ്ങ് കേരളക്കാലം പരിചയമുള്ളതാണ്, വളരെ ബഹുമാനപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളാണ് ശ്രീ ആര്യ രാജേന്ദ്രൻ. നമുക്കത് ഒഴിവാക്കാം, വ്യക്തിപരമായ ആക്രമണം ഒഴിവാക്കാം. അങ്ങനെയൊന്നും കൂട്ടി വായിക്കണ്ട മാധു. അല്ലല്ല, നത്തിങ് ഡൂയിങ്. ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ ഇവരാരും സംസാരിച്ചപ്പോൾ ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ എന്തിനായി ഈ കുട്ടി ഇടപെടുന്നത്? ഇതെന്താ മേയർ കൗൺസിലറാണെന്ന് വായിച്ചോ? ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ അങ്ങനെ ഇടപെടാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ജ്യോതികുമാർ, കുട്ടിയെന്നൊന്നും വിളിക്കണ്ട. ഞാൻ 23 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിയാണ്, നഗരസഭയുടെ മേയറാണ്, ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് താങ്കൾ കുട്ടിയെന്നൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നഗരസഭയുടെ മേയറാണ്, താങ്കൾ കുട്ടിയെന്നൊന്നും വിശേഷിപ്പിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോട്ടെ, അതൊരു വിഷയമല്ല, അതൊരു വിഷയമില്ല. ആവശ്യമില്ല. സമയം തീരുകയാണെങ്കിൽ പൂർത്തിയാക്കും. എന്റെ മകൾ എഞ്ചിനീയറിംഗ് എന്തൊക്കെ വന്നിരുന്നു പറയുന്നത്? ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ധാരണ, ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി നാന്ന ഈ രാജ്യത്ത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല കളയൂ, എനിക്ക് സമയമില്ല. അങ്ങ് പെട്ടെന്ന് പൂർത്തിയാക്കും. അങ്ങയുടെ സമയം പൂർണ്ണമായും ഇടയ്ക്ക് ഇടപെടുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ ഒരു ചർച്ചയിൽ വന്നിരുന്നാൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് പറയുന്നു. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോയതുകൊണ്ടാണ് നമുക്ക് ആ ചർച്ച കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയുന്നത്. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസുമായി ആക്രമണവുമായി ബന്ധപ്പെട്ട
വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. ഈ മണിക്കൂറുകൾക്ക് ശേഷവും പോലീസിന് കൃത്യമായ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് AKG സെന്റർ എന്ന് പരിഹസിക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് അവസരമുണ്ടാകുന്നു എന്നുള്ളത് കൂടി CPM ചിന്തിക്കുന്നുണ്ട്. അതിന്റെ സമ്മർദ്ദവും അവർ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ആരാണ് പ്രതികളെന്ന് പോലീസ് കണ്ടെത്തുമോ എന്ന്. വളരെയധികം നന്ദി പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും.